നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരുമനയൂർ ഇല്ലത്തുപടിക്ക് കിഴക്ക് 6-ാം വാർഡ് ശാഖാ റോഡിൽ റോഡരികിൽ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം. സംഭവത്തിൽ ഒരാൾ പിടിയിൽ. കാളത്തോട് സ്വദേശിയും ഒരുമനയൂർ ശാഖാ റോഡിലെ താമസക്കാരനുമായ ചേക്കുവീട്ടിൽ ഷെഫീഖ് എന്ന മസ്താൻ ഷെഫീഖിനെയാണ് പോലീസ് പിടികൂടിയത്. പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബ് എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചാവക്കാട് തീരത്തെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു. കടപ്പുറത്ത് നടന്ന പ്രതിഷേധം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ 3-ാം ജയത്തിലൂടെ ആതിഥേയരായ തൃശൂർ സെമിയിൽ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം ദിനത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ആലപ്പുഴയെ തോൽപ്പിച്ചാണ് തൃശൂർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ചേറ്റുവ GMUP സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ സമീപത്തെ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച സ്കൂൾ അവധി ദിനമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വാർത്തകൾ വിശദമായി. ഒരുമനയൂർ ഇല്ലത്തുപടിക്ക് കിഴക്ക് 6-ാം വാർഡ് ശാഖാ റോഡിൽ റോഡരികിൽ ഉഗ്രശബ്ദത്തോടെ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിലായി. കാളത്തോട് സ്വദേശിയും ഒരുമനയൂർ ശാഖാ റോഡിലെ താമസക്കാരനുമായ ചേക്കുവീട്ടിൽ ഷെഫീഖ് എന്ന മസ്താൻ ഷെഫീഖിനെയാണ് പോലീസ് പിടികൂടിയത്. പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് വലിയ ശബ്ദത്തോടെ മേഖലയിൽ പൊട്ടിത്തെറിയുണ്ടായത്. വലിയ പുകയും ശബ്ദവും ഉണ്ടായിരുന്നതായി ഓടിക്കൂടിയ പ്രദേശവാസികൾ പറഞ്ഞു. വാർഡ് മെമ്പർ സിന്ധു അശോകനും നാട്ടുകാരും ചേർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഇവിടെ നമുക്കൊരു 2:30 എനിക്ക് ഫോൺ വന്നതാണ്. ഫോൺ വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. നോക്കുമ്പോൾ അവിടെ ഇവിടുത്തെ പരിസര കുട്ടികളൊക്കെ നിലവിളിച്ച് അവരുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സാഹചര്യം വലിയ പുകമടലം സൃഷ്ടിച്ചു. ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഉച്ച സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ നമ്മൾ നിയമപാലകരെ അറിയിച്ചു, ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു. അവരൊക്കെ വന്ന് നിലവിൽ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തു കണ്ടെത്തി. ഇതിനു സമീപം കല്ലുകൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് കൂടുതൽ അന്വേഷണത്തിനായി ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിച്ചു. തൃശൂരിൽ നിന്ന് ബോംബ് സ്ക്വാഡ് SI KP ബെന്നിയുടെ നേതൃത്വത്തിൽ ബോംബ് എക്സ്പ്ലോസീവ് സ്നിഫർ ഡോഗ് സാനിയുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി. നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഷെഫീഖ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് ആദ്യമേ തന്നെ നിരീക്ഷിച്ചിരുന്നു. ഇയാളുടെ വീട് പോലീസ് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇയാൾ ഇവിടെ സ്വന്തം വീട് വെച്ച് താമസം തുടങ്ങിയിട്ട്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഗുരുവായൂർ ACP സുന്ദർ, ചാവക്കാട് SIമാരായ റമീൻ, അനിൽകുമാർ, ശ്രീജി, ACPO സുധീഷ്, ബോംബ് സ്ക്വാഡ് അംഗങ്ങളായ U അനീഷ്, KK അഭിജിത്ത്, ഷിൻഡോ പ്രകാശ്, ഗുരുവായൂർ MLA NK അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. CCTV ന്യൂസ്, ചാവക്കാട്. തുടർച്ചയായ 3-ാം ജയത്തിലൂടെ ആതിഥേയരായ തൃശൂർ സെമിയിൽ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം ദിനത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ആലപ്പുഴയെ തോൽപ്പിച്ചാണ് തൃശൂർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, പത്തനംതിട്ട ടീമുകളെയും തൃശൂർ പരാജയപ്പെടുത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ നടന്ന മത്സരങ്ങളിൽ വയനാട്, പാലക്കാട് ജില്ലകൾ വിജയിച്ചു. 7 മണിക്ക് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വയനാട് കാസർഗോഡിനെ പരാജയപ്പെടുത്തി. വയനാടിനു വേണ്ടി ആര്യാനന്ദ് ബാബു ഗോൾ നേടി. KS ദേവാനന്ദൻ മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ 8:30 നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പാലക്കാട് ഇടുക്കിയെ പരാജയപ്പെടുത്തി. പാലക്കാടിനു വേണ്ടി ഇമ്രാൻ ഷാൻ, മുഹമ്മദ് സിനാൻ എന്നിവർ ഗോൾ നേടി. മത്സരത്തിൽ മുഹമ്മദ് സിനാൻ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 7:30 കാസർഗോഡ് ഇടുക്കിയെയും 8:30 വയനാട് പാലക്കാടിനെയും നേരിടും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാലക്കാട്, കാസർഗോഡ്, 4:30 ഇടുക്കി, വയനാട് മത്സരങ്ങളും നടക്കും. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുൻപ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഭാഗികമായി തുറന്നു. കലുങ്ക് നിർമ്മാണം അവസാനിക്കാറായതോടെയാണ് നാട്ടുകാർക്ക് ഏറെ ആശ്വാസമായി റോഡ് ഭാഗികമായി തുറന്നു നൽകിയത്.
റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഗതാഗതം ആദ്യം ഭാഗികമായി നിരോധിച്ചത്. എന്നാൽ കനത്ത മഴ പെയ്തതോടെ മണ്ണൊലിച്ചു വന്ന ഒരു സൈക്കിൾ പോലും കടന്നുപോകാനാവാത്ത വിധത്തിൽ മേഖലയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു. ഇതുമൂലം 3 ആഴ്ചയോളം പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും 3 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു വേണമായിരുന്നു സംസ്ഥാന പാതയിലെത്താൻ. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെ റോഡിനു കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിന് സമീപം താൽക്കാലിക റോഡ് ആദ്യം നിർമ്മിച്ചിരുന്നുവെങ്കിലും ശക്തമായ മഴയിൽ താൽക്കാലിക പാത മുഴുവനായി ഒലിച്ചുപോയി. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിനു കുറുകെ കാന നിർമ്മിക്കേണ്ടി വന്നു. ഇതോടെ ഒരു വാഹനത്തിനും കടക്കാനാവാത്ത വിധം ഗതാഗതം തടയുകയും ചെയ്തു. അക്കിക്കാവിലെയും പെരുമ്പിലാവിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത്. സാധാരണഗതിയിൽ കലുങ്ക് നിർമ്മാണത്തിന് റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തുക പതിവില്ല. പകുതി വീതം ഭാഗങ്ങളിലായി 2 തവണയാണ് നിർമ്മാണം നടക്കുക. എന്നാൽ ഇവിടെ ഒറ്റയടിക്ക് നിർമ്മാണ ജോലികൾ നടന്നതാണ് പ്രശ്നമായത്. ഇരുചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിലെങ്കിലും ചെറിയ റോഡ് നിർമ്മിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് റോഡ് നിർമ്മാണം നടത്തുന്നവർ വ്യക്തമാക്കി. കലുങ്ക് നിർമ്മാണത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും അനുബന്ധ റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിൽ കുന്നംകുളം KCC ക്രിക്കറ്റ് ക്ലബ്ബ് ആഹ്ലാദ പ്രകടനം നടത്തി. അക്കിക്കാവ് ടെൽക്കോൺ ക്രിക്കറ്റ് മൈതാനത്ത് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ KCC ക്ലബ്ബിലെ 20ഓളം അംഗങ്ങൾ പങ്കെടുത്തു. KCC സെക്രട്ടറി P. ആനന്ദ്, ട്രഷറർ M. ശശി, അർഷാദ് റഹീം, വസന്ത് സോക്ലൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഡു വിതരണവും ഉണ്ടായി. ടെൽക്കോൺ ക്രിക്കറ്റ് മൈതാനത്ത് KCC നടത്തിയിരുന്ന സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമാപനവും നടത്തി. ചേറ്റുവ GMUP സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ സമീപത്തെ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച സ്കൂൾ അവധി ദിനമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ കളിക്കാനായി സ്ഥാപിച്ചിട്ടുള്ള ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് മുകളിലാണ് വലിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. മരക്കൊമ്പ് വീണ ഊഞ്ഞാൽ ഒടിഞ്ഞു. കൂടാതെ മഴ പെയ്താൽ കുട്ടികൾ നടന്ന് സ്കൂളിലേക്ക് വരുന്ന പ്രധാന വഴിയിൽ വർഷങ്ങളായി കണ്ടുവരുന്നതാണ് സ്കൂൾ കോമ്പൗണ്ടിലെ വെള്ളക്കെട്ട്. മഴ കനക്കുന്നതോടെ ചെറിയ കുട്ടികൾക്ക് ഏറെ ഭീഷണിയാണ്. എല്ലാ വർഷക്കാലത്തും ചേറ്റുവ സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയായി മാറി. ഈ വെള്ളക്കെട്ടിലൂടെ നടന്നുപോയാണ് കുട്ടികൾ ക്ലാസ്സിൽ എത്തുന്നത്. ചേറ്റുവയിലെ ഗ്രാമീണ പത്രപ്രവർത്തകൻ പരേതനായ അബ്ദുക്ക നിരവധി തവണ മാധ്യമങ്ങൾ വഴി വെള്ളക്കെട്ട് അധികാരികൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. വേണ്ടപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ സ്കൂളും പരിസരവും പരിശോധന നടത്തി സ്കൂൾ കുട്ടികൾക്ക് പേടി കൂടാതെ ക്ലാസ്സിലെത്താനുള്ള വഴി ഒരുക്കണം എന്ന് സാമൂഹ്യപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, ചാവക്കാട്. കുന്നംകുളം ചാട്ടുകുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം. കടങ്ങോട് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. വലിയ പറമ്പിൽ വീട്ടിൽ 33 വയസ്സുള്ള വിജിത്തിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:30ഓടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് കാലിനുൾപ്പെടെ പരിക്കേറ്റ വിജിത്തിനെ കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കോട്ടോൽ കുഷ്ഠരോഗ ആശുപത്രിക്ക് സമീപമുള്ള റോഡരികിലെ മരം വെട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. വീടുകൾക്ക് സമീപത്തേക്ക് ചില്ലകൾ ചാഞ്ഞ മരം കടപുഴകി വീണാൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പഞ്ചായത്തിലും PWDയിലും പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയൊന്നും എടുത്തില്ല. റോഡരികിലെ മരത്തിന് സമീപം വൈദ്യുത ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിട്ടുണ്ട്. ഫണ്ടില്ലാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് മരം മുറിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്ന് സമീപവാസികൾ പറയുന്നു. മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ ഈ മരങ്ങളിങ്ങനെ ഞാൻ നിൽക്കുകയാണ്, അത് എപ്പോഴാണ് പൊട്ടുമെന്ന് അറിയില്ല. അപ്പോൾ റോട്ടിലേക്ക് കൊമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്. അത് പൊട്ടി വീണാൽ അവിടെ ഇലക്ട്രിക് കമ്പിയുടെ പൊളിക്ക് വീണാൽ അവിടെ അപകടങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടപെട്ട് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. PWD കൊടുക്കാൻ പറഞ്ഞ് അവിടെ കൊടുത്തു. അവിടെ കൊടുത്തു അവർക്ക് ഫണ്ടില്ല, മുറിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് പണ്ട് വലിയ സംഖ്യ വെച്ചാണ് പറയണത് കൊമ്പ് മുറിക്കാം. അതുകൊണ്ട് ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരെ ജീവൻ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ചെയ്തു തരിക. അത്രേ ഇപ്പോൾ ഇതിൽ പറയാനുള്ളൂ. കടങ്ങോട് പഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട് കായിക വിനോദത്തിനും പരിശീലനത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പരാതി.
പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഗ്രൗണ്ട് നശിക്കാൻ കാരണമെന്നാരോപിച്ച് യുവമോർച്ച രംഗത്തെത്തി. നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനും നാട്ടിലെ യുവാക്കളും കുട്ടികളും കളിക്കുവാനും മറ്റ് കായിക വിനോദങ്ങൾക്കും ആശ്രയിച്ചിരുന്ന ഗ്രൗണ്ടാണ് പഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട്. എന്നാൽ 3 വർഷക്കാലമായി മണ്ണ് തള്ളിയും കുപ്പിച്ചില് നിക്ഷേപിച്ചിട്ടും ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായി ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഫണ്ട് മാറ്റിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയും ഗ്രൗണ്ടിൽ നടന്നിട്ടില്ല എന്ന് യുവമോർച്ച ആരോപിച്ചു. ഇതിന് മാറ്റിവെച്ച തുക പഞ്ചായത്ത് ഭരണസമിതി വകമാറ്റിയെന്നും ആരോപണമുണ്ട്. നിരവധി തവണ വാർഡ് മെമ്പറും പ്രാദേശിക കായിക താരങ്ങളും സമീപവാസികളായ കുട്ടികളും ഗ്രൗണ്ട് ഉപയോഗയോഗ്യമാക്കി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവികൊള്ളുന്നില്ല. ഇപ്പോഴും മാലിന്യം നിറഞ്ഞ മണ്ണും മറ്റും ഉപയോഗശൂന്യമായ വസ്തുക്കളും കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ തള്ളുകയാണ്. ഇതിനു പുറമെ ഗ്രൗണ്ടിൽ ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനവും തുടരുകയാണ്. ഗ്രൗണ്ട് കളിക്കാനും വ്യായാമ ആവശ്യങ്ങൾക്കും വിട്ടുതരുവാനും നവീകരിക്കുവാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് അറിയിച്ചു. ഈ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും കായിക പ്രേമികളും അതുപോലെ തന്നെ ഒട്ടനവധി കായിക താരങ്ങളും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പല ആളുകളും പരാതി കൊടുത്തിട്ടും ഈ ഗ്രൗണ്ടിന്റെ നവീകരണം നടത്താതെ ആ കായിക പ്രേമികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഏക്കറയോളം വലിപ്പമുള്ള ഈ ഗ്രൗണ്ടിൽ ടാർ മിക്സ് പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അനധികൃതമായിട്ടുള്ള ടാർ മിക്സ് പ്ലാന്റ്, അതായത് ഈ പ്രദേശത്തേക്കുള്ള മറ്റ് മേഖലയിലേക്ക് ടാറിങ് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് സംവിധാനം, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ. കുറേ പാവപ്പെട്ട വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല, ആ മേഖലയിലെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇതിനുള്ള പൊടി സംഭവങ്ങളും ടാർ മിക്സ് പ്ലാന്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിന് തൊട്ട് ചേർന്ന അംഗൻവാടി ഉണ്ട്. അംഗൻവാടിയിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ അംഗൻവാടിക്ക് പോലും അവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ടാർ മിക്സ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളും ഭരണസമിതിയും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം കൈതവളപ്പ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി മെറ്റൽ നിറച്ച റോഡ് ഉയർത്തി. വെള്ളക്കെട്ട് മാറിയെങ്കിലും മെറ്റൽ നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുരിതമാകുന്നു. അരുവായി ജെറൂസലേം ഭാഗത്തു നിന്ന് അയ്നൂർ കല്ലുംപുറം ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. മുൻപ് സമീപത്തെ ഇടറോഡുകളിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോയിരുന്നത്. എന്നാൽ ഈ ഭാഗങ്ങളിൽ വീടുകൾ വന്നതോടെ വെള്ളം ഒഴുകിപ്പോകാതെയായി. റോഡിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിന്നിരുന്നത് യാത്രക്കാരെ വലച്ചിരുന്നു. നാട്ടുകാരുടെ ദുരിതത്തെക്കുറിച്ച് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി മെറ്റൽ വിരിച്ചത്. ഈ ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരത്തംകോട് വീട്ടിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പു പാത്രങ്ങൾ മോഷ്ടിച്ചു. മരത്തംകോട് കിടങ്ങൂർ ചിറവനേങ്ങാട് സ്വദേശി വടക്കേക്കര വീട്ടിൽ മണിയുടെ വീട്ടിൽ നിന്നാണ് ചെമ്പുപാത്രങ്ങൾ മോഷ്ടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു കവർച്ച. 26 വർഷം പഴക്കമുള്ള വലിയ ചെമ്പുപാത്രവും 2 വർഷം പഴക്കമുള്ള മറ്റൊരു ചെമ്പുപാത്രവും നിരവധി പാത്രങ്ങളും മോഷണം പോയിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ മണിയുടെ ഭാര്യ പാത്രങ്ങൾ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീണ യുവതിക്ക് പരിക്കേറ്റു. തൃത്താല ഓടുംപാറപ്പറമ്പിൽ വീട്ടിൽ ശാന്തിനിക്കാണ് പരിക്കേറ്റത്. തിപ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കായിരുന്നു അപകടം. ബൈക്കിന്റെ പുറകിൽ നിന്നും തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ശാന്തിനിയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമ്മർകുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ, ജനറൽ സെക്രട്ടറി PM മുജീബ്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VM മനാഫ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി.
കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്നും ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധക്കഞ്ഞിയുണ്ടാക്കി വിതരണം ചെയ്യുന്നത്. ഇല്ലംകെട്ടി, കുറുന്തോട്ടി, പുത്തിരിച്ചുണ്ട, കാട്ടുമുല്ല, പെരുവിൻവേര്, ഇടിഞ്ഞിൽത്തോല്, പെരുങ്കട, നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ. ഇതു മുഴുവനും വനത്തിനുള്ളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ, ഹരിദാസൻ കുറ്റിനിങ്ങാട്ട്, സ്മിത പരമേശ്വരൻ, ഗോപിനാഥൻ ചക്കാല, ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് ശേഖരിക്കുന്നത്. 100 കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത്. പിന്നീട് ഇവ 10 ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞിയുണ്ടാക്കുന്നത്. കാടിൻ്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിൻ്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. മറ്റു മരുന്നുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പൊടിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. അത് മഞ്ഞളായാലും ഉലുവയായാലും ചതകുപ്പി ആയാലും ജീരകമായാലും എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് അത് പൊടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഔഷധക്കഞ്ഞിയുടെ ഔഷധങ്ങൾ ഞങ്ങളുടെ കാട്ടിൽ നിന്ന് സംഭരിച്ച് എല്ലാവരെയും കൂട്ടി സംഘടിപ്പിച്ച് ശുദ്ധമായ നല്ല മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. കർക്കിടകമാസം 1-ാം തീയതി മുതൽ 10 ദിവസം ഞങ്ങൾ കൊടുക്കും. 500ഓളം പേർക്കാണ് കഞ്ഞി കൊടുക്കുന്നത്. അത് തന്നെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ആൾക്ക് 1/2 ലിറ്റർ വെച്ച് കഞ്ഞി കൊടുക്കും. 35-40 കിലോ വരെ അരി ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ മഞ്ഞൾ, ഉലുവ, മല്ലി, ജീരകം, ചതകുപ്പ, കടുക്, അയമോദകം എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ. ഇവയുടെ പൊടി വാങ്ങുന്നതിനു പകരം ഗുണമേന്മ കുറയാതിരിക്കാൻ ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. ഉണങ്ങലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടകം 1 മുതൽ 10 വരെയാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിൽ 9 വർഷമായി ഇവർ ഔഷധക്കഞ്ഞിയുണ്ടാക്കി വിതരണം ചെയ്തു വരുന്നുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം പേർ ഔഷധക്കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്തും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. KSKTU പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ പതാക ഉയർത്തി. ഭാസൻ പട്ടിത്തടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതവും KM സനൂപ് നന്ദിയും പറഞ്ഞു. ജൂലൈ 10, 11 തീയതികളിലായി തൃശൂർ നെല്ലായിൽ KS ശങ്കരൻ നഗറിലാണ് KSKTU ജില്ലാ സമ്മേളനം നടക്കുന്നത്. പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് 2024ന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC+2 പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. അകലാട് AMUP സ്കൂളിൽ നടത്തിയ സ്നേഹാദരവ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടറും പുന്നയൂർ പഞ്ചായത്ത് മെമ്പറുമായ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MV ഹൈദരാലി മുഖ്യാതിഥിയായി. ബാങ്ക് സെക്രട്ടറി ബഷീർ മാരത്ത കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നഫീസ കുട്ടി വലിയകത്ത്, വാർഡ് മെമ്പർ C അഷ്റഫ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, എടക്കടിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ RP ബഷീർ, IP രാജേന്ദ്രൻ, മൂനാഷ് മച്ചിങ്ങൽ, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ ഷൺമുഖൻ മാങ്ങാടി നന്ദി പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. അക്കിക്കാവ് പൂങ്കാവനം ലെനോസ് ക്ലബ്ബ് ആദരണീയം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. ക്ലബ്ബ് ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. CPIM പരുവക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി സുഹറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജയകുമാർ പുളയ്ക്കൽ, ലെനോസ് ക്ലബ്ബ് ഭാരവാഹികളായ നവാസ് പുഞ്ചിരി, പ്രഫുൽ ദേവ്, സുരേഷ് കുട്ടൻ, MA ഷുക്കൂർ എന്നിവർ സംസാരിച്ചു.
തുടർന്ന് കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയ ഋതിക ജ്യോതിഷിനെയും മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. IMA ബ്ലഡ് ബാങ്കുമായി ചേർന്ന് രക്തദാനവും എടപ്പാൾ റെയ്ഹാൻ കണ്ണാശുപത്രിയുമായി ചേർന്ന സൗജന്യ നേത്ര പരിശോധനയും ക്യാമ്പും ഇടവകയിലെ MSJ സിസ്റ്റേഴ്സിന്റെ സഹകരണത്തോടെ ചേർന്ന ഷുഗർ പ്രഷർ പരിശോധനയുമാണ് പള്ളി പാരിഷ് ഹാളിൽ നടത്തിയത്. വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് ഷാരോൺ ഷാജു അധ്യക്ഷനായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടവകയിൽ നിന്ന് ഫൊറോന തലത്തിൽ നടത്തിയ ഹഗ് എ ട്രീ കോമ്പറ്റീഷനിൽ വിജയിച്ച ടോണിയെ ഉപഹാരം നൽകി അനുമോദിച്ചു. നിരവധി പേർ രക്തദാനം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ 17ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കോനമുച്ചി പള്ളി പരിസരത്ത് നടന്ന അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി ബാലചന്ദ്രൻ പൂലോത്ത് അധ്യക്ഷനായി. ചാർട്ടേഡ് അക്കൌണ്ടന്റ് CS ജീസൺ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ SSLC +2 പരീക്ഷകളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ചൂണ്ടൽ മണ്ഡലം സെക്രട്ടറി CA ഫ്രാൻസിസ്, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ ഷാജൻ മാറോക്കി, TV ഡേവിസ്, CS ഷിഹാസ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക കൺവെൻഷനും സെമിനാറും നടത്തി. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. സെമിനാറിൽ രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് കൃഷി ഓഫീസർ പ്രസാദ് അരവിന്ദ് കുമാറും കന്നുകാലികളിലെ സാംക്രമിക രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ വെറ്റിനറി സർജൻ ഡോക്ടർ U സലീലും ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ കർഷകശ്രീ അവാർഡ് ജേതാവ് M ബാലാജി, റിട്ടയേർഡ് കൃഷി ഓഫീസർ MS ജോണി എന്നിവരെ ആദരിച്ചു. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ കർഷകർക്കും തെങ്ങിൻ തൈകളും പച്ചക്കറി വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു. കർഷക സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് പോൾസൺ മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ കമ്മിറ്റി അംഗം അഖില മുകേഷ്, സിന്ധു ബാലൻ, VK ജയപാലൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ പരിശുദ്ധ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 222ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, ഇടവക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 9, 10 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. 9 വൈകിട്ട് കുന്നംകുളം സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് പരിശുദ്ധ കബറികളിലേക്ക് പദയാത്രയും സന്ധ്യാ നമസ്കാരവും ധൂപപ്രാർത്ഥനയും കൈമുത്തും അത്താഴൂട്ടും ഉണ്ടാകും. 10 മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ 9 കുർബാനയും റാസയും ധൂപപ്രാർത്ഥനയും കൈമുത്തും ഭക്തജനങ്ങൾക്കായി സമൂഹ സദ്യയും ഉണ്ടാകും. വാഗ അയ്യപ്പൻ മാസ്റ്റർ സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, ഗുരുവായൂർ ദേവസ്വം കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര, ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര കലാകേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KA വിശ്വംഭരൻ, വൈസ് പ്രസിഡന്റ് TN ലെനിൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. വാഗയിലെ ആദ്യ ഡോക്ടറായ ഡോക്ടർ KK രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ, വായനശാല സെക്രട്ടറി CJ വിൽസൺ, ട്രഷറർ P ശിവശങ്കരൻ, വൈസ് പ്രസിഡന്റ് KP രാജു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കാലാവസ്ഥാ പ്രവചന ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ആയുർവേദത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടർ അശ്വിനി ശ്രീകുമാർ, ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ നിഷാദ് എന്നിവരെയും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ഏകദിന ശിബിരം സംഘടിപ്പിച്ചു. ടീച്ചേഴ്സ് സെൽ സംസ്ഥാന കോർഡിനേറ്റർ പ്രിന്റു മഹാദേവ് മാസ്റ്റർ ഏകദിന ശിബിരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മിഥുൻ പുതുശ്ശേരി അധ്യക്ഷനായി.
വിവിധ സെക്ഷനുകളിൽ നടന്ന ക്ലാസുകൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ മീഡിയ സെൽ കൺവീനർ TS. നീലാംബരൻ, ജില്ലാ ട്രഷറർ KR. അനീഷ് മാസ്റ്റർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ശങ്കു T. ദാസ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS. രാജേഷ് തുടങ്ങിയവർ നയിച്ചു. BJP പഞ്ചായത്ത് പ്രഭാരിയും കുന്നംകുളം മണ്ഡലം ട്രഷററുമായ KH. സുമേഷ്, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ. ജെബിൻ, പഞ്ചായത്ത് മെമ്പർ ശരത് പന്തലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം പ്രമോഷ് കുമാർ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. എയ്യാലിൽ BJP നേതൃത്വത്തിൽ ജയൻ അനുസ്മരണവും നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. അന്തരിച്ച BJP പ്രവർത്തകൻ ജയൻ എയ്യാലിന്റെ 1ാം ചരമദിനത്തോടനുബന്ധിച്ചാണ് BJP എയ്യാൽ മേഖലാ കമ്മിറ്റി ഡോക്ടർ ആശാസ് അമൃത കണ്ണാശുപത്രിയുമായി സഹകരിച്ച മൂകാംബിക സ്കൂളിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. അനുസ്മരണ ചടങ്ങ് BJP മധ്യമേഖലാ ഉപാധ്യക്ഷൻ അനീഷ് എയ്യാൽ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് എയ്യാൽ അധ്യക്ഷനായി. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ്, സേവാഭാരതി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി, യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. അമൃത കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ നേത്രപരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 300ഓളം പേർക്കാണ് സൗജന്യമായി നേത്രപരിശോധന നൽകിയത്. മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെയും DYFI മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ SSLC+2 ബിരുദ പരീക്ഷകളിലെ വിജയികളെ ആദരിച്ചു. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരണീയം ചടങ്ങ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് CA നന്ദൻ അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ബാലാജി, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TM ഫൈസൽ, ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ചൂണ്ടൽ മേഖലാ സെക്രട്ടറി CJ ജിതിൻ, കോനമൂച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A. ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ആദരം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ആദരച്ചടങ്ങ് CPIM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VJ സന്തോഷ് അധ്യക്ഷനായി. യൂണിയൻ ഏരിയ നേതാക്കളായ MK സദാനന്ദൻ, MA കുമാരൻ, KV ബൈജു, CITU പഞ്ചായത്ത് കോർഡിനേറ്റർ TD സുനിൽ, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി RA അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് പരിസരത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതരെ ഏൽപ്പിച്ചു. 9 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാനും വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡ് മെമ്പറുമായ CF ജോയിയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പുനേർകുളം ചമ്മന്നൂർ വടക്കേക്കുന്നിൽ വീട്ടുമുറ്റത്ത് നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. വടക്കേക്കുന്ന് തണ്ണീർക്കോട്ട് റാഫിയുടെ വീട്ടുമുറ്റത്ത് നിന്നാണ് 5.5 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ വനം വകുപ്പ് അധികൃതർ പിടികൂടിയത്. പിന്നീട് വനം വകുപ്പ് അധികൃതർ പാമ്പിനെ കൊണ്ടുപോയി. KSU ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. KSU ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് മിഥിലാജ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും ഒരുക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫസർ C. അലക്സ് ചാക്കോയാണ് ക്ലാസ് നയിച്ചത്. KPCC സെക്രട്ടറി പാളയം പ്രദീപ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ, മുൻ KPCC മെമ്പർ ഗോപപ്രതാപൻ, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, EP കുര്യാക്കോസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ദിൻരാജ് ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ 34 സൈറ്റുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളെ കോൺട്രാക്ടർമാരുടെ സഹകരണത്തോടെയാണ് തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിശോധനയിൽ 100-ൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു. തൃശൂർ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഡോക്ടർ അനു മേരി സാമിന്റെ നേതൃത്വത്തിൽ സംഘം പരിശോധനയ്ക്കും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി.
അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും രോഗങ്ങൾ മുന്നേക്കൂട്ടി കണ്ടെത്തുകയുമാണ് മെഡിക്കൽ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ അതിഥി തൊഴിലാളികൾക്കും ഫോട്ടോ പതിച്ച ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാനും പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന് പദ്ധതിയുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PK അസീസ് അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗം രമ ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VL ബിജു, ബിഞ്ചു C ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി, ലാബ് ടെക്നീഷ്യൻ അനു ചാർലി എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, MLSP നഴ്സുമാർ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ഇരട്ടപ്പുഴ ചേതന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആലിൽ ഗോവിന്ദൻ രാമി കുമാരൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. ഉദയ വായനശാലയിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചേതന പ്രസിഡന്റ് ആലിൽ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ ഡോക്ടർ അതുല്യ ഹരിയെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസന്ന ചന്ദ്രൻ, MS പ്രകാശൻ, ഷാജി നിഴൽ, KB സിദ്ധാർത്ഥൻ, രാമി പ്രസാദ്, AC ധർമ്മൻ, ചേതന സെക്രട്ടറി മണികണ്ഠൻ ഇരട്ടപ്പുഴ, ട്രഷറർ KM മുഹമ്മദ് ഉണ്ണി എന്നിവർ സംസാരിച്ചു. ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുണ വറ്റാത്ത കാരുണ്യം നിറഞ്ഞ സുമനസ്സുകളുടെ കൂട്ടായ്മയിൽ 14 വർഷക്കാലമായി നടത്തിവരുന്ന സ്നേഹനിധി പ്രതിമാസ പെൻഷന്റെ 150-ാം മാസത്തെ വിതരണം നടന്നു. കടപ്പുറം പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ ഷെൽട്ടർ ഗൾഫ് ചാപ്റ്റർ ട്രഷറർ CS ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കുമായി പ്രത്യേകം പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് അഞ്ചങ്ങാടി മഹല്ല് ഖത്തീബ് നേതൃത്വം നൽകി. വിധവകൾ, അനാഥർ, ഒറ്റപ്പെട്ടു പോയവർ, വാർദ്ധക്യത്തിലേക്ക് എത്തിയ മക്കളില്ലാത്തവർ എന്നിവർക്ക് 350 രൂപയും ഭിന്നശേഷിക്കാർക്ക് 500 രൂപയും മാരക രോഗബാധിതർക്ക് 1000 രൂപയുമാണ് പെൻഷൻ നൽകിയത്. 1 ലക്ഷത്തോളം രൂപ പെൻഷൻ നൽകി. ഷെൽട്ടർ പ്രസിഡന്റ് TK ഗഫൂർ ഹാജി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ PK ബഷീർ, CBA ഫത്ത, ഷിഫാദ് മുഹമ്മദ് അലി സാഹിബ്, KA നൂർദ്ദീൻ, PS മുഹമ്മദ്, PA ഹനീഫ, ഷിഹാബ് ആറങ്ങാടി, KM ഹുസൈൻ, PS ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ തേജസ് എന്ന വിശേഷണമുള്ള പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെയും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ഭദ്രാസന അരമനയിൽ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പന്തൽ കാൽനാട്ട് നിർവഹിച്ചു. ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ, ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, ജോയിന്റ് ജനറൽ കൺവീനർ CK മോഹൻ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസഫ് ജോർജ്, കൺവീനർ മിനി ലോസൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓർമ്മ പെരുന്നാളിന്റെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട്. പുതിയ മാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ചുള്ള കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങ് നടന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ VK വിജയൻ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് മുരളി, സെക്രട്ടറി CN സതീഷ് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, രക്ഷാധികാരി ശങ്കരനാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സുനിൽ, അനൂപ്, ഗംഗാധരൻ, ദിലീപ്, ഹരിമുരളി, അജിത്, നിശാന്ത് മനോജ് എന്നിവർ നേതൃത്വം നൽകി. പുനരുദ്ധാരണ കമ്മിറ്റി കോർഡിനേറ്റർമാരായ കൃഷ്ണൻ നമ്പൂതിരി, ഹൃദയൻ, ജയൻ നമ്പൂതിരി എന്നിവർ മാർഗനിർദ്ദേശം നൽകി. പുനർകുളം പഞ്ചായത്ത് കൃഷി ഭവനിൽ ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ വനിതാ ഗ്രൂപ്പുകൾക്കായുള്ള ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർമാരായ പ്രേമ സിദ്ധാർത്ഥൻ, ഷംസു, പുനർകുളം കൃഷി ഓഫീസർ ശ്രീരാഗ്, കൃഷി അസിസ്റ്റന്റുമാരായ ശില്പ, മുഹമ്മദ് നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഗ്ലേഡ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ഡോക്ടർ NV ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനിൽ ജോസ് അധ്യക്ഷനായി. ട്രസ്റ്റ് മെമ്പർ അബ്ദുൾ നാസർ, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഫാറൂഖ് എന്നിവർ മുഖ്യാതിഥികളായി. SSLC പരീക്ഷയിൽ സ്കൂളിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് സിനിത് ബാലകൃഷ്ണൻ, ജിമോൾ എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ ലിനി ഷിബു സ്വാഗതവും ബിൻസി സാംസൺ നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ ലിനി ഷിബു, HOD സിമി അനിൽ, സെക്രട്ടറി ഗീത മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി.
കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ജലനിധി പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പ്രമേയം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ അവതരിപ്പിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ, ജില്ലാ സെക്രട്ടറി സിറിൽ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാരായ വിൽസൺ ചെറുവത്തൂർ, തമ്പി തറയിൽ, ബാബു വേലൂർ, മണ്ഡലം സെക്രട്ടറി ശിവൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ചരമം. ട്യൂമർ ബാധിച്ച് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. പഴഞ്ഞി പടിഞ്ഞാറയങ്ങാടി പുലിക്കോട്ടിൽ ബിജു മകൻ ജെറിനാണ് മരിച്ചത്. 7 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. റാഹേൽ മാതാവും ഡെറിൻ സഹോദരനുമാണ്. പാത്രമംഗലം വഴുതനപ്പറമ്പിൽ പരേതനായ വേണു ഭാര്യ പാർവതി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. പ്രബീൻ, പ്രദീപ്, പ്രകാശ് എന്നിവർ മക്കളാണ്. വടക്കേക്കാട് ഞമ്മനേങ്ങാട് കണ്ടംപുള്ളി സ്കൂളിന് സമീപം തത്താത്തയിൽ ലാലു നിര്യാതനായി. 64 വയസ്സായിരുന്നു. വീഡിയോഗ്രാഫറായിരുന്നു പരേതൻ. ഖബറടക്കം ഞമ്മനേങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ താമസിച്ചിരുന്ന മേലെ തലയ്ക്കൽ മുഹമ്മദ് എന്ന കുഞ്ഞിപ്പ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നഫീസ ഭാര്യയാണ്. പരേതനായ മുസ്തഫ, അസീസ്, തങ്കമോൾ, ഹസീന എന്നിവർ മക്കളാണ്. ചിറ്റഞ്ഞൂർ താഴത്തുവളപ്പിൽ വീട്ടിൽ രാമൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. ഗീതയാണ് ഭാര്യ. അജി, അനീഷ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരുമനയൂർ ഇല്ലത്തുപടിക്ക് കിഴക്ക് 6-ാം വാർഡ് ശാഖാ റോഡിൽ റോഡരികിൽ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം. സംഭവത്തിൽ ഒരാൾ പിടിയിൽ. കാളത്തോട് സ്വദേശിയും ഒരുമനയൂർ ശാഖാ റോഡിലെ താമസക്കാരനുമായ ചേക്കുവീട്ടിൽ ഷെഫീഖ് എന്ന മസ്താൻ ഷെഫീഖിനെയാണ് പോലീസ് പിടികൂടിയത്. പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബ് എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചാവക്കാട് തീരത്തെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു. കടപ്പുറത്ത് നടന്ന പ്രതിഷേധം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ 3-ാം ജയത്തിലൂടെ ആതിഥേയരായ തൃശൂർ സെമിയിൽ. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2-ാം ദിനത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ആലപ്പുഴയെ തോൽപ്പിച്ചാണ് തൃശൂർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ചേറ്റുവ GMUP സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ സമീപത്തെ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച സ്കൂൾ അവധി ദിനമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.